തമിഴ്നാട്ടിൽ ജോസഫ് വിജയ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. 6.5% തമിഴ്നാട്ടിലെ ക്രൈസ്തവരുടെ ജനസംഖ്യയിലെ പ്രാതിനിധ്യം. അവിടെ ഒരു മുഖ്യമന്ത്രിയായി ക്രൈസ്തവ വിശ്വാസിയാണ് എന്ന് പറയുന്ന ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്തു. അവിടെ 8 ജനറൽ സീറ്റുകളിലാണ് ഇനി വിജയ് ഉണ്ടാക്കിയിരിക്കുന്നത് ക്രിസ്ത്യാനികളുടെ പാർട്ടി അല്ലല്ലോ മച്ചാനെ. 6% കൊണ്ട് ഇത്രയും 108, 110 സീറ്റ് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അപ്പൊ വിജയ് എന്ന നേതാവിനെ അദ്ദേഹം പറഞ്ഞ രാഷ്ട്രീയത്തെയും വിശ്വസിച്ച് കുത്തിയ മറ്റു മതക്കാരും മറ്റു മതവിശ്വാസികളൊക്കെ എന്താ പൊട്ടന്മാരോ? ക്രിസ്ത്യാനികൾക്ക് അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന് മാത്രം വേണ്ടിയിട്ടാണ് ഒരാൾ മുഖ്യമന്ത്രിയാവുന്നത്. നിങ്ങൾ എന്ത് മതേതര രാഷ്ട്രീയമാണ് പറയണത്? ഇനി ബാക്കിയുള്ള കൂടി കേൾക്കാം. ഈ മാപ്പറുടെ 8 ജനറൽ സീറ്റുകളിലാണ് TVK ദളിതരെ, പട്ടികജാതി പട്ടികവർഗ്ഗക്കാരെ മത്സരിപ്പിച്ചു. അതിൽ 4 പേർ വിജയിച്ചു. ഈ മന്ത്രിമാരെ തെരഞ്ഞെടുക്കുന്നതിനും ആ ഒരു പ്രാമുഖ്യം അവർക്കുണ്ടാകുമെന്നാണ് കരുതുന്നത്. കേരളത്തിൽ 25%-ലധികം മുസ്ലിം ജനസംഖ്യയുണ്ട്. ഇവിടെ മുസ്ലിം ജനസാമാന്യത്തിൽ നിന്ന് ഒരാളെ മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി ആക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ എന്ത് അസ്വസ്ഥതയാണെന്ന് പറഞ്ഞു. ഇവിടെ 102 സീറ്റ് കൊടുത്തപ്പോൾ എത്ര ശതമാനം വോട്ട് ചെയ്തിട്ടുണ്ടാവും? എത്ര ജാതിയിൽപ്പെട്ടവർ, എത്ര മതത്തിൽപ്പെട്ടവർ, എത്ര ശതമാനം വോട്ട് ചെയ്തിട്ടുണ്ടാവും? ഇവിടെ ഇപ്പോൾ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ പറ്റാത്തത് അത് ഹിന്ദു ആയതുകൊണ്ട് മുസ്ലിം ആയതുകൊണ്ട് ക്രിസ്ത്യൻ ആയതല്ലല്ലോ. നേതാക്കൾ തമ്മിലുള്ള വടംവലിയല്ലേ. പിന്നെ നിങ്ങൾ മതേതര മുന്നണിയായിട്ട് മത്സരിക്കുമ്പോൾ അതിൽ നിങ്ങൾക്ക് മതത്തിനെ പ്രതിനിധീകരിക്കാനല്ല നിങ്ങൾ ജയിച്ചു വരേണ്ടത്. അവിടെയുള്ള എല്ലാ ജനങ്ങൾക്കും വേണ്ടി പ്രതിനിധീകരിക്കാനാണ്. അറിയുമ്പോൾ എല്ലാം മതേതരാണ്. ദളിതന്മാരുടെ ഉന്നമനം, ജനറൽ സീറ്റ് ദളിതന്മാരെ എന്താ ഇവിടെ മത്സരിപ്പിക്കാൻ പാടില്ല? കേരളമല്ലേ, മത്സരിപ്പിച്ചുകൂടെ? ദളിതന്മാരെ അട്ടിപ്പറവാച്ചുള്ളവരല്ലേ 10 വർഷം ഭരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മതം നോക്കാണ്ട് മതേതര മുന്നണി എന്ന് പറഞ്ഞിട്ട് വോട്ടും വാങ്ങിയിട്ട് പിന്നെ അവസാനം ഈ മതത്തിനൊരു മുഖ്യമന്ത്രി, ഈ മതത്തിനൊരു മുഖ്യമന്ത്രി, ഈ ജാതിക്കൊരു മന്ത്രി. പിന്നെ നിങ്ങൾ എന്ത് തേങ്ങണം കൂടിൻ്റെ മതേതര പറയുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ആ പകൽ അന്ത്യോളം ജനാധിപത്യം, ഭരണഘടന, രാഷ്ട്രീയം, പൊളിറ്റിക്കൽ കോൺഷ്യൻസ് എന്തൊക്കെ വെച്ച് അലക്കല് കണ്ടില്ലേ? ഇത്രേ ഉള്ളൂ ഈ ചങ്ങായുടെ പുരോഗമനവാദം. മതങ്ങൾ തമ്മിലുള്ള മത്സരമല്ലല്ലോ, രാഷ്ട്രീയ ആശയങ്ങൾ തമ്മിലുള്ള മത്സരമല്ലേ. അതല്ലേ നടക്കണേ. അതിൽ പ്രതികരിക്കേണ്ടത് ജനത്തിനല്ലേ, അല്ലാണ്ട് മതത്തല്ലല്ലോ. അങ്ങനെ പറയുന്നിടത്താണ് നമ്മൾ ആ ഏറ്റവും വലിയ വർഗീയത കാണേണ്ടത്. ഇപ്പം ഈ പറഞ്ഞു വെക്കണ അതാണ്, നിങ്ങൾ പറഞ്ഞു വെക്കണ അതാണ്. മതത്തിൻ്റെ റെപ്രസെൻറ്റേഷനാണ് വേണ്ടത്, അല്ലാണ്ട് ആശയങ്ങൾക്കും പ്രസ്ഥാനത്തിനുള്ള റെപ്രസെൻറ്റേഷൻ വേണം. അതും ജാതി നോക്കിയിട്ട് അധികാര പദവികൾ വീതം വെച്ച ഞങ്ങൾ പുരോഗമനവാദികൾ. രാഷ്ട്രീയ ആശയം പറഞ്ഞ് പോരാടി ജയിച്ച് മൊത്തം ജനങ്ങൾക്കും വേണ്ടി പ്രതിനിധീകരിച്ച് ഭരിക്കുമെന്ന് പറയുന്നവർ വർഗീയവാദി. അതല്ലേ ഇപ്പോൾ പറയേണ്ട അർത്ഥം. ആയിക്കോട്ടെ, ഏത് സമുദായത്തിന് വേണമെങ്കിൽ മുഖ്യമന്ത്രി ആയിക്കോട്ടെ, അതിനുള്ള ഭൂരിപക്ഷം അവരുണ്ടാക്കട്ടെ. അതാകുമ്പോൾ പിന്നെ ബാക്കിയുള്ളവർ പറഞ്ഞ കേൾക്കണ്ടല്ലോ. രാഷ്ട്രീയത്തിൽ ഭൂരിപക്ഷമല്ലേ വേണ്ടത്, ഭരിക്കാൻ സീറ്റും ഭൂരിപക്ഷമാണ് വേണ്ടത്, അല്ലാണ്ട് മതവും ജാതിയും നോക്കിയിട്ടല്ലേ ആളുകൾ ജയിപ്പിക്കുക. ഈ ജയിച്ചവർക്കൊക്കെ വോട്ട് ചെയ്തവരിൽ പല മതത്തിൽപ്പെട്ടവരുണ്ടാവും, അല്ലാണ്ട് ഒരു മതത്തിൽപ്പെട്ട ആളുടെ വോട്ട് കൊണ്ട് മാത്രം നല്ല ഒരു സ്ഥാനാർത്ഥി ജയിക്കണേ. അത് ജനാധിപത്യത്തിൻ്റെ അധപ്പതനാണ്. അങ്ങനെ കേരളത്തിൽ നടക്കുന്നതിനും കേരളം ഏറ്റവും കൂടുതൽ വർഗീയപരമായി ചിന്തിക്കുകയും വോട്ട് ചെയ്യുകയും ചെയ്യുന്ന ജനത എന്നുള്ളത് കൃത്യമായി പറയേണ്ടി വരും. നമുക്ക് സമ്മതിക്കാൻ പറ്റുമോ? ഇല്ലേനും. അപ്പോൾ നന്ദി, നമസ്കാരം.